BJP ബംഗാളിൽ അധികാരത്തിൽ വരുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഞാനിതെങ്ങനെ സഹിക്കും എൻ്റെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി ടീമുകളാണ്. നീയെങ്കിലുണ്ടല്ലോ എൻ്റെ കൂടെ. നായ്വേഷം കെട്ടിയാൽ കുരയ്ക്കണം. പടിഗിരി എവിടെയാടാ? അതെനിക്കിട്ടൊന്ന് താങ്ങിയാന്നറിയാം. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഒരുപക്ഷെ BJP അധികാരത്തിൽ വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. അത് തോന്നൽ മാത്രമാണ്. വോട്ടെണ്ണി കഴിഞ്ഞാൽ കൃത്യം പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയ വൺ ചാനൽ ഈ എക്സിറ്റ് പോൾ അംഗീകരിക്കാൻ തീരെ തയ്യാറില്ല. അങ്ങനെ നീ കണക്കാക്കിക്കോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. 4-ാം തീയതി കാണണം മോന്ത അത്ര കൊടുക്കും. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള സി ദാവൂദ്. അവനൊരു മൊണ്ണ. ദാവൂദ് പറയുന്നത് ഈ മമതാ ബാനർജിയെ നിങ്ങൾക്ക് അറിയില്ല. അവർ ഒരു പുലിയെ പോലെ, ഒരു വ്യാഘ്രത്തെ പോലെ പരാക്രമിയാണ്. ജീവൽ നാഡിയാണ്, ഗ്ലോബൽ ശ്വാസമാണ്. ദുഷ്ടയാ, പരമദുഷ്ട. അവിടെ ഒരത്ഭുതവും സംഭവിക്കുകയില്ല. വോട്ട് കൃത്യമായിട്ട് എണ്ണിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ രീതി തന്നെ ജയിക്കും. ഒരു സാധ്യതയില്ല. അതെന്താ? എനിക്ക് ബുദ്ധി വെച്ചതാ. ഇനി അഥവാ BJP ജയിച്ചാൽ അത് സ്റ്റോളൻ വെർഡിക്റ്റ് ആണ്. മനസ്സിലായില്ലേ? സ്റ്റോളൻ വെർഡിക്റ്റ് എന്ന് വെച്ചാൽ കവർന്നെടുത്ത ആ ഒരു ജനവിധിയാണ്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ കേസ് ഞാൻ ഇനിയും കൊണ്ടുവരും. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അങ്ങനെ ഒരു ജനവിധി മമതാ ബാനർജി അംഗീകരിക്കില്ല, ദാവൂദും അംഗീകരിക്കില്ല. ഇത് മമതാ ബാനർജി അംഗീകരിച്ചാലും ദാവൂദ് അംഗീകരിക്കില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർ അംഗീകരിക്കില്ല. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അങ്ങനെ തോറ്റാൽ, തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അങ്ങനെ തോറ്റാൽ, തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ, BJP ജയിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ മോൻ പോയി തൂങ്ങിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, മമതാ ബാനർജി അംഗീകരിക്കുകയില്ല. കാരണം ഇത് സ്റ്റോളൻ വെർഡിക്റ്റ് ആണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിലൊന്നും ആത്മഹത്യ ചെയ്തത്. ഈ ഭരണാധികാരിയായ മമതാ ബാനർജിയെക്കാളും ശക്തിയാണ് സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടുള്ള മമതാ ബാനർജി എന്നാണ് ദാവൂദ് പറയുന്നത്. ഓ, ധ്വനി മനസ്സിലായി. പാർട്ടി സെന്ററിൽ ഇരുന്ന് വിരട്ടിയാൽ നിങ്ങളെ പേടിച്ച് അനുസരിക്കുന്ന ചില മന്ത്രിമാരുണ്ടായേക്കാം. പക്ഷെ ബാലിനെ ആകർത്തിപ്പെടുത്തണ്ട. അടിച്ചതിന്റെ ഏപ്പിളക്കുകളെയും കഴിവേറി. വാസ്തവം പറഞ്ഞാൽ ഇവരുടെ ആഗ്രഹം ബംഗാളിൽ വലിയൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ചുമ്മാതല്ല ഇത്രയധികം പട്ടാളത്തെയും പോലീസിനെയും അവിടെ വിന്യസിച്ചിരിക്കുന്നു. അത് കളി വേറെ. വന്ന ചതയ്ക്കില്ലേ കുട്ടികള്, നല്ല ഇഞ്ച ചതയ്ക്കണ പോലെ. ചുമ്മാതല്ല, മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാര്, ജഡ്ജിമാര്, മജിസ്ട്രേറ്റുമാരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ അവിടെ പോയിരിക്കുന്നത്. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. ഇത്ര വലിയ സന്നാഹം കേന്ദ്ര സർക്കാർ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ലോ ആൻഡ് ഓർഡർ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്തവണ എന്നുള്ള വാശിയിലാണ് കേന്ദ്ര സർക്കാർ. അറിയാലോ ആഭ്യന്തര ഉപേന്ദ്രയിലാണെന്ന്. അകത്താക്കി ഇടിച്ചൻ സൂപ്പായിക്കും. മമതാ ബാനർജി അടങ്ങിയിരിക്കുന്നതാണ് അവർക്കും അവരുടെ ഗുണ്ടകൾക്ക് നല്ലത്. അതല്ലെങ്കിൽ തല്ലുകൊണ്ട് ദൂരം മേഴുകത്തേ ഉള്ളൂ. അപ്പോൾ May 4-ാം തീയതി വോട്ടെണ്ണി തീരുമ്പോൾ BJPക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. അഥവാ തൃണമൂൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെങ്കിൽ, മമതാ ബാനർജി തന്നെ ഭവാനിപൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വ്യാപകമായ അക്രമം ഉണ്ടാകും. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. ഇനി തൃണമൂൽ കോൺഗ്രസുകാരെ അക്രമത്തിന് തുനിഞ്ഞില്ലെങ്കിലും നമ്മുടെ ദാവൂദിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്ന ഒരു സംഘം ആളുകൾ വലിയ അക്രമം ഉണ്ടാകും. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു ചിത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ ആനയും പേടിക്കണം, പിന്നെ ആനപ്പിണ്ടത്തിനും പേടിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. പിണ്ടം പിണ്ടം മമതാ ബാനർജിയെ പേടിക്കണം. പിന്നെ മമതാ ബാനർജിയുടെ ആസനം താങ്ങി നടക്കുന്ന ദാവൂദിനെ പേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന BJP. വിപ്ലവ സിംഹമേ കനിയണം.